അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അവിട്ടത്തിന് ആശംസകൾ. നമ്മൾ കണ്ടേ അവിട്ടം പ്രമാണിച്ച് നമ്മൾ കുറച്ച് ബീഫ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ് സാധാരണ കറിയല്ല വെക്കാൻ പോലെ നമ്മൾ കുറച്ചാൾ കാസർഗോഡായിരുന്നു. കാസർഗോഡ് സ്റ്റൈല് പള്ളിക്കറി ഉണ്ടാക്കുമ്പോൾ ബീഫ് പള്ളിക്കറി. അപ്പോൾ നല്ല കുറച്ച് സവാള, പിന്നെ ചുവന്നുള്ളി, പച്ചമുളക്, തക്കാളി, ഇതെല്ലാം ഉണ്ടോ. അങ്ങനെ അതിനുശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, ഇങ്ങനെയുള്ള പൊടി ഐറ്റംസും മസാലയും പിന്നെ ഉപ്പും വെളിച്ചെണ്ണ എല്ലാം കൂടി ഒഴിച്ച് പെരട്ടി വെക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1/4 മണിക്കൂർ ബീഫ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ ഇനി അത് കുക്കറിലിട്ട് വേവിക്കാൻ പോവാം. അപ്പോൾ നമ്മൾ കുക്കറിലോട്ട് എടുത്തിടുക. നമ്മൾ കുക്കറിൽ ഒരു 6 വിസിൽ വരെ ഇങ്ങനെ വേവിച്ചു. ബീഫ് പള്ളിക്കറിക്ക് വേണ്ട മെയിൻ സാധനമാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. പള്ളിക്കറിലെ മെയിൻ ഐറ്റമാണ് ഈ മൂപ്പിച്ച തേങ്ങ. നമ്മൾ കുക്കറിൽ വേവിച്ച കറി വാങ്ങിയിട്ട് വേറൊരു പാത്രത്തിലിട്ട് ഒഴിച്ച് വറ്റിക്കും. ആ കറി ഇങ്ങനെ ചെറിയ ചൂടിൽ ഇങ്ങനെ വറ്റിച്ച് അവസാനം നമ്മുടെ തേങ്ങ മൂപ്പിച്ച തേങ്ങയും പിന്നെ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് വീണ്ടും വറ്റിച്ചെടുക്കുമ്പോഴത്തേനാണ് നമ്മുടെ പള്ളിക്കറി റെഡിയാവുന്നത്. ചൂട് പള്ളിക്കറിയും നല്ല ചോറും നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പള്ളിക്കറി എങ്ങനെയാണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വേണ്ടേ നല്ല ചൂട് ചോറും പള്ളിക്കറിയും കിടിലം. എങ്ങനെയുണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ഇതേക്കുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരാം. പള്ളിക്കറി സൂപ്പർ സൂപ്പർ സാധനം.